കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി വീഡിയോകൾ ഞാൻ വിമർശനപരമായി ചെയ്തിട്ടുണ്ട്. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാനിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയാറുണ്ട്. ഇപ്പോഴും ഞാനത് തന്നെ പറയുകയാണ്. പക്ഷേ ആ നേതാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വീഡിയോകൾ ചെയ്യാതെ നിവൃത്തിയില്ല എന്നുള്ള ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. കാരണം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അയാൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ആ സ്ഥാനം തന്നിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ള കർത്തവ്യം നിർവഹിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയെ താങ്ങുന്ന ഒരു സമീപനം സ്വീകരിച്ചാൽ എന്താണ് ചെയ്യാൻ കഴിയുക സുഹൃത്തുക്കളെ? ഏറ്റവും അവസാനം ഞാൻ അയാളുമായി ബന്ധപ്പെട്ട് ചെയ്തത്, അയാൾ ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള പ്രതിപക്ഷ നേതാവാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഞാൻ ഏറ്റവും അവസാനം ഒരു വീഡിയോ ഞാൻ ചെയ്തത്. എത്ര വീഡിയോകൾ അതിനുമ്പ് ചെയ്തിരിക്കും. വീണ്ടും വി ഡി സതീശനെ കുറിച്ച് വീഡിയോകൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ സംജാതമായാൽ എന്ത് ചെയ്യും? അയാൾ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ അവസ്ഥ എന്താ? ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. CPM-കാർ തന്നെ പപ്പും പൂടയും പറിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ. CPM-കാരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. പാർട്ടി കമ്മിറ്റികളിലൊക്കെ എടുത്തിട്ട് ഈ പന്തടിക്കുന്ന പോലെ തട്ടുകയാണ് പിണറായി വിജയനെ. അത് മേൽക്കമ്മിറ്റിയിലായിക്കോട്ടെ, താഴത്തെ കമ്മിറ്റിയിലായിക്കോട്ടെ, ഏത് കമ്മിറ്റിയിലായിക്കോട്ടെ. ഇനി പാർട്ടിക്ക് പുറത്ത് CPI-യുടെ ജില്ലാ കമ്മിറ്റികളിലൊക്കെ എടുത്തിട്ട് ചതയ്ക്കുകയാണ് പിണറായി വിജയന്. എന്തിന് NCP എന്ന് പറയുന്ന ഈർക്കിൽ പാർട്ടി പോലും പിണറായി വിജയനെ വിമർശനങ്ങൾ കൊണ്ട് മൂടുകയാണ്. അങ്ങനെ പിണറായി വിജയൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം അതിശക്തമായിട്ടുള്ള വിമർശന ശരങ്ങളേറ്റ് പുളയുമ്പോൾ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് പിന്തുണയ്ക്കുന്ന സമീപനവുമായി വന്നാൽ എന്തു ചെയ്യും സാധാരണ ജനങ്ങൾ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നൊരു സമീപനവുമായി പ്രതിപക്ഷ നേതാവ് വന്നാൽ നമ്മൾ എന്തു ചെയ്യും? നമ്മളെ സംരക്ഷിക്കേണ്ട ആൾ തന്നെ നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ എന്തു ചെയ്യും? നമ്മുടെ സുരക്ഷയ്ക്ക് നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ എന്തു ചെയ്യും? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയെ അംഗരക്ഷകർ തന്നെ വെടിവെച്ച് കൊന്ന പോലത്തെ ഒരു സ്ഥിതി ആയിപ്പോവില്ലേ സുഹൃത്തുക്കളെ? അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ സംഭവം എന്താണെന്ന് ഞാനൊന്ന് വിശദീകരിക്കാം. ഈ അടുത്ത ദിവസങ്ങളിൽ എറണാകുളത്തോ മറ്റോ നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയൊരു പ്രസംഗത്തിലൊരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് ഇപ്പോൾ പുതിയതായി വിവാദമായിരിക്കുന്നത്. ആ ഭാഗത്ത് വി ഡി സതീശൻ സോളാർ പരാതിക്കാരിയെയും സ്വപ്ന സുരേഷിനെയും താരതമ്യം ചെയ്തുകൊണ്ട് നടത്തിയ ചില പരാമർശങ്ങളുണ്ട്. സോളാർ പരാതിക്കാരി സരിത, സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന സ്വപ്ന സുരേഷ്, അവരെ രണ്ടുപേരെയും താരതമ്യം ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളുണ്ട്. അല്ലെങ്കിൽ അത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. എന്നോട് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ സോളാർ കേസിൽ വന്നതുപോലെ തന്നെ ഒരാൾ വന്നു. ഞാൻ ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയനായി. എന്താരോപണം? ഇതല്ല, ഞാനത് ഏറ്റുപിടിച്ചില്ല. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ സർക്കാരിനെതിരായി, പിണറായി വിജയനെതിരായി അത് ആഞ്ഞടിച്ചില്ല എന്നാണ് സത്യമാണ്. ഞാൻ ആഞ്ഞടിച്ചിരുന്നെങ്കിൽ ഈ സോളാർ കേസിലെ നായികയുടെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത വർത്തമാനം ഏറ്റുപിടിച്ചവരും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ നായിക പറയുന്നത് ഏറ്റുപിടിച്ചവരും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടാവും? അവരും തമ്മിൽ കേട്ടല്ലോ. അത് ഞാനൊന്നുകൂടി വിശദീകരിക്കാം. എന്നോട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് വന്നതുപോലെ ഒരാൾ വന്നു. ഞാൻ ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുണ്ട്. ഇതല്ല, ഞാനത് ഏറ്റുപിടിച്ചില്ല. ഞാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും ആഞ്ഞടിച്ചില്ല എന്നാണ് സത്യമാണ്. ഞാൻ ആഞ്ഞടിച്ചിരുന്നുവെങ്കിൽ ഈ സോളാർ കേസിലെ നായികയുടെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത വർത്തമാനം ഏറ്റുപിടിച്ചവരും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ നായികയുടെ വർത്തമാനം ഏറ്റുപിടിച്ചവരും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? അദ്ദേഹം ചോദിക്കുകയാണ്. ഞാൻ സർക്കാരിനെതിരെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആഞ്ഞടിച്ചിരുന്നുവെങ്കിൽ സോളാർ കേസിലെ നായികയുടെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത വർത്തമാനം ഏറ്റുപിടിച്ചവരും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ നായികയുടെ വർത്തമാനം ഏറ്റുപിടിച്ചവരും ഞാനും തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താ? അതായത് സോളാർ കേസിലെ നായികയായിട്ടുള്ള സരിത നായരും
സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്വപ്ന സുരേഷും രണ്ടുപേരും വിശ്വാസ്യത തെല്ലുമില്ലാത്തവരാണ്. അപ്പോൾ സരിതയെ ഞാൻ എതിർത്തില്ല എന്ന് പറയുമ്പോൾ സരിതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോളാർ കേസിലെ നായികയുടെ വാദഗതികൾ ക്രെഡിബിലിറ്റി ഇല്ലായിരുന്നതുകൊണ്ടാണ് ഞാൻ അവരെ പിന്തുണയ്ക്കാതിരുന്നത്. അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന സ്വപ്ന സുരേഷിൻ്റെ വാദഗതികൾക്കും വിശ്വാസ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ രണ്ടുപേരെയും പിന്തുണയ്ക്കാതിരുന്നത്. ഈ വാദമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത്. ഇതിൽ സത്യത്തിൻ്റെയും ശരിയുടെയും ഒരു കണികയെങ്കിലും ഉണ്ടോ സുഹൃത്തുക്കളെ? ഒരു കണികയെങ്കിലും. ഞാൻ വെല്ലുവിളിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. സോളാർ നായികയുടെ വാദമുഖങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഇല്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിഞ്ഞ കാര്യമാണ്. സ്വാഭാവികമായും സോളാർ നായികയുടെ വിശ്വാസ്യതയില്ലാത്ത വാദഗതികളെ സതീശൻ ഏറ്റുപിടിച്ചില്ല എന്ന് പറഞ്ഞത് ശരിയാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷേ സോളാർ നായിക ഉന്നയിച്ചതുപോലെയുള്ള വിശ്വാസ്യതയില്ലാത്ത വാദഗതികളാണോ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്ത് നമ്മളിപ്പോൾ നിർത്തിയിരിക്കുന്ന സ്വപ്ന സുരേഷ് ആദ്യാവസാനം ഉയർത്തിയിട്ടുള്ളത്? ആണെന്ന് ആര് പറഞ്ഞു സതീശ നിങ്ങളോട്? പറഞ്ഞെങ്കിൽ അത് അടിമുടി തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. അത് ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന സ്വപ്ന സുരേഷ് പറഞ്ഞ ഏത് വാദഗതിക്കാണ് വിശ്വാസ്യതയില്ലാത്തത്? വി.ഡി. സതീശനൊന്ന് പറഞ്ഞേ വി.ഡി. സതീശ. അവർ മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ, മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കെതിരെ, CM രവീന്ദ്രനെതിരെ, KT ജലീലിനെതിരെ, M ശിവശങ്കരനെതിരെ ഒക്കെ അവർ ആദ്യാവസാനം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അടിമുടി ശരിയായിട്ടല്ലേ വന്നത്? നമ്മൾ ഓരോന്നോരോന്നായിട്ടൊന്ന് എടുത്തേ. ശിവശങ്കരൻ എത്രയോ വർഷം ജയിലിൽ കിടന്നു. ശിവശങ്കരനെ കുറിച്ചിട്ട് അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിച്ചില്ലേ? മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് അവർ ആരോപണങ്ങൾ ഉന്നയിച്ച് ആരും വിശ്വസിച്ചില്ല. അവസാനം ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിന്യായത്തിൽ വന്നില്ലേ? അവർ അഴിമതി നടത്തിയെന്ന് പറഞ്ഞ് വന്നില്ലേ? മുഖ്യമന്ത്രിയുടെ ഭാര്യയെക്കുറിച്ച് എന്തൊക്കെ ആരോപണങ്ങൾ അവർ ഉന്നയിച്ചു? ഏതെങ്കിലും തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടോ വി.ഡി. സതീശ? അവരുന്നയിച്ച ആരോപണങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. അത് തെറ്റാണെന്ന് തെളിഞ്ഞോ? ഇല്ലല്ലോ. CM രവീന്ദ്രനെ കുറിച്ച് അവർ ആരോപണങ്ങൾ ഉന്നയിച്ചു. അത് തെറ്റാണെന്ന് തെളിഞ്ഞോ? പിണറായി വിജയനെക്കുറിച്ച് എത്രയോ ആരോപണങ്ങൾ അവർ ഉന്നയിച്ചു. ഏതെങ്കിലും തെറ്റാണെന്ന് എവിടെയെങ്കിലും തെളിയിക്കപ്പെട്ടോ? ഒന്നും തെളിയിക്കപ്പെട്ടില്ല. എന്ന് മാത്രമല്ല, അവർ തോമസ് ഐസക്കിനെ കുറിച്ച് പറഞ്ഞു, അവർ ശ്രീരാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞു, അവർ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞു. ഇത് എവിടെയെങ്കിലും ആരെങ്കിലും സ്വപ്ന സുരേഷിനെതിരെ ഒരു കീറക്കടലാസിൽ ഒരു പരാതി എഴുതി കൊടുത്തോ? ഒരു കോടതിയിൽ ആകപ്പാടെ MP ഗോവിന്ദൻ മാസ്റ്ററാണ് ഒരു പരാതി എഴുതി കൊടുത്തത്. അതിപ്പോൾ തൂങ്ങുമെന്നുള്ള നിലയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മാനനഷ്ട കേസ്. അപ്പോൾ എങ്ങനെയാണ് സോളാർ പരാതിക്കാരിയെയും സ്വപ്ന സുരേഷിനെയും താരതമ്യം ചെയ്യാൻ കഴിയുന്നത്? അവർ രണ്ടുപേരും വിശ്വാസയോഗ്യത ഇല്ലാതാവുന്നത് എങ്ങനെയാണ് വി.ഡി. സതീശ? നിങ്ങളൊന്ന് പറഞ്ഞേ. മുഖ്യമന്ത്രിയെക്കുറിച്ച് എത്ര ആരോപണങ്ങൾ അവർ ഉന്നയിച്ചു? മുഖ്യമന്ത്രി ഡോളർ വിദേശത്തേക്ക് കൊണ്ടുപോയി എന്ന ആരോപണം അവർ ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒട്ടേറെ അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു. അതെല്ലാം ശരിയാണെന്നല്ലേ തെളിയിക്കപ്പെട്ടുകൊണ്ടിരുന്നത്? തോമസ് ഐസക്കോ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണനോ അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭാര്യയോ പിണറായി വിജയൻ്റെ മകളോ ആരെങ്കിലും സ്വപ്ന സുരേഷിനെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറായോ വി.ഡി. സതീശ? പറയണം. പറഞ്ഞേ പോകാൻ കഴിയുള്ളൂ. അല്ലാതെ ഇവർ രണ്ടുപേരും വിശ്വാസ്യതയില്ലാത്തവരാണ്, അതുകൊണ്ട് ഞാൻ ആഞ്ഞടിച്ചില്ല എന്നൊന്നും പറഞ്ഞ് പോകാൻ കഴിയില്ല വി.ഡി. സതീശ. അതേസമയം സോളാർ പരാതിക്കാരുടെ അവസ്ഥ എന്താ? പിണറായി വിജയൻ തന്നെ 2-3 അന്വേഷണ സംഘങ്ങളെ വെച്ച് അന്വേഷിച്ചു. ഒരു തെളിവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കേസെടുത്തു, ഒന്നും സംഭവിച്ചില്ല. അവസാനം CBI അന്വേഷണത്തിന് വിട്ടു. മോഡിയുടെ CBI അന്വേഷിച്ചു, ഒരു തെളിവും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതല്ലേ സോളാർ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യം, സ്ഥിതിവിശേഷം അതല്ലേ? അവർക്കല്ലേ വിശ്വാസ്യതയില്ലാത്തത്? പക്ഷേ സ്വപ്ന സുരേഷിന് വിശ്വാസ്യതയില്ലെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? സ്വപ്ന സുരേഷിന് വിശ്വാസ്യതയില്ലെന്ന് പറയുന്നവർ ആരാണ്? അവർ പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമാണ്. ഇപ്പോൾ നിങ്ങളും. അപ്പോൾ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന വനിതയ്ക്ക് വിശ്വാസ്യതയില്ലെന്ന് പറയുന്നത് പിണറായി വിജയനും CPM-ഉം വി.ഡി. സതീശനും. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയനെ താങ്ങുകയാണ് വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ ഇപ്പോൾ താങ്ങുന്നതിൻ്റെ പ്രത്യേകത എന്താ? ഏറ്റവും കൂടുതൽ പുഴുത്തു നാറി നിൽക്കുന്നു പിണറായി വിജയൻ. CPM-കാർ പോലും പിണറായി വിജയനെ പുച്ഛിക്കുന്നു. CPM-കാർ പോലും പിണറായി വിജയനെ എടുത്തിട്ടടിക്കുന്നു.
CPM-കാർ പോലും പിണറായി വിജയൻ്റെ പപ്പും കൂടെയും പറിക്കുന്നു. പാർട്ടി കമ്മിറ്റികളിൽ പിണറായി വിജയൻ ഒറ്റപ്പെടുന്നു. CPI-യുടെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിജയൻ അടിമുടി വിമർശിക്കപ്പെടുന്നു. ഈ പാർട്ടി ഇങ്ങനെ അധിക നാൾ മുന്നോട്ട് പോകില്ല എന്ന് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പോലും പറയുന്നു. ഈർക്കിൽ പാർട്ടിയായിട്ടുള്ള NCP പോലും ജനങ്ങൾ ജീവൻ രക്ഷാ പ്രവർത്തനം ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് LDF തോറ്റത് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നു. അങ്ങനെ വരുമ്പോൾ ആ പിണറായി വിജയനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ഒരു വിമർശനവും ഉന്നയിക്കുന്നില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയനെ ന്യായീകരിക്കുകയാണ് ഉളുപ്പില്ലാതെ ഈ VD സതീശൻ ചെയ്യുന്നത്. ഉളുപ്പില്ല. ഇയാൾ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തുടരാൻ ഒരു മിനിറ്റ് പോലും തുടരാൻ അർഹത ഇയാൾക്കില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു മിനിറ്റ് പോലും ഇയാൾക്ക് അർഹതയില്ല. ഇയാൾ എന്തോ നിഴൽ മന്ത്രിസഭ. എന്താണ് നിഴൽ മന്ത്രിസഭ? അയാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയാണ്. ആരോട് ചോദിച്ചിട്ടാണ്? എവിടെയാണ് തീരുമാനിച്ചിട്ടുള്ളത് നിഴൽ മന്ത്രിസഭയ്ക്ക്? അയാൾ ഓരോന്നോരോന്നങ്ങ് പ്രഖ്യാപിച്ച് പോവുകയാണ്. CPM ഇത്രയും കൂടുതൽ പുഴുത്തു നാടി നിൽക്കുന്ന സമയത്തും CPM-നെതിരെ എന്ത് വിമർശനമാണ് ഇയാൾ ഉന്നയിക്കുന്നത്? എന്നിട്ട് ചില കോളേജ് ചെയർമാന്മാരുടെ നിലവാരത്തിലേക്ക് താന്നുകൊണ്ട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ എൻ്റെ പിള്ളേരുമായി ഞാൻ സഞ്ചരിക്കുന്നു എന്ന് പറയുക, പോലീസുകാരുമായിരുന്ന് ചായ കുടിക്കുക, അവിടെ വയനാടുള്ള മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ഒരു റീല് ഞാൻ കണ്ടു. സ്വയമേ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ 8 എഡിറ്റിംഗ് ഉണ്ട്, 8 വിഷ്വലിലും ഇയാളുണ്ട്. ആരെ? VD സതീശനുണ്ട്. കോൺഗ്രസ് കുടുംബം എന്ന് പറഞ്ഞിട്ടുന്നൊരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോയിൽ ബെന്നി ബെഹനാനെ കാണിച്ചിരിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ബെന്നി ബെഹനാൻ ഇയാളുടെ കൈമുത്തുന്ന ഒരു വിഷ്വൽ. ഒരുപക്ഷെ ബെന്നി ബെഹനാൻ ഒരു സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ, ഇവരൊക്കെ കോൺഗ്രസ്സുകാരല്ലേ, സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ കെട്ടിപ്പിടിക്കുകയും ഷർട്ടിൻ്റെ ബട്ടണിടുകയും ഊരുകയും ഉമ്മ വയ്ക്കുകയും കൈമുത്തുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഇവരുടെ തമാശയായിട്ട് അവർ കാണിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അയാളെ അയാളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള അയാളുടെ വീഡിയോയിൽ ബെന്നി ബെഹനാനെ കാണിക്കുമ്പോൾ ബെന്നി ബെഹനാൻ അയാളുടെ കൈമുത്തുന്ന ഭാഗമാണ് അയാൾ എടുത്തു കൊടുത്തിരിക്കുന്നത്. എത്ര ഒരു പരോക്കിയലായിട്ടുള്ളൊരു മനുഷ്യനാണ് ഇയാൾ എന്നുള്ളത് ആലോചിച്ച് നോക്ക്. അത് ബെന്നി ബെഹനാന് വലിയ ദോഷമുണ്ടാക്കി. ഞാൻ എന്നിട്ട് ബെന്നി ബെഹനാനോട് വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് വല്ലാതെ ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് അയാളോട് വിളിച്ച് പിൻവലിക്കുക. അയാൾ പറഞ്ഞു, അയ്യോ ഷാജാനെ അത്ഭുതപ്പെട്ടു പോയല്ലോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് ഞാൻ ഇയാളെ കൈമുത്താൻ ഇയാളുമായിട്ടുള്ള ബഹുമാനം എന്നുള്ള നിലയിലൊന്നും ഞാൻ ചെയ്തല്ല. അയാളുമായിട്ടൊരു അടുപ്പം എന്നുള്ള നിലയിൽ ഞാനൊരു സ്നേഹ രൂപേണ ഒരു കാര്യം ചെയ്തു, അത്രേ ഉള്ളൂ. അതെടുത്ത് അയാൾ വീഡിയോയിൽ കൊടുത്തോ എന്ന് പറഞ്ഞ് ബെന്നി ബെഹനാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ പറഞ്ഞപ്പോൾ. അത്രയ്ക്ക് തരംതാണ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഇയാൾ. ഇയാൾക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനമല്ല, ഇയാൾക്കൊരു കോളേജ് യൂണിയൻ ചെയർമാൻ്റെ സ്ഥാനമാണ് കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ പിണറായി വിജയൻ ഇത്രയും കൂടുതൽ പുഴുത്തു നാറിപ്പൂത്ത് ചീഞ്ഞളിഞ്ഞു നിൽക്കുമ്പോൾ പോലും പിണറായി വിജയന് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും വകതിരിവുള്ള കോൺഗ്രസ് നേതൃത്വം കേന്ദ്രത്തിലോ മറ്റോ ഉണ്ടെങ്കിൽ ഈ VD സതീശനെ എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്ത് നിന്ന് എടുത്ത് താഴത്തേക്ക് നിർത്തണം എന്നുള്ള ഒരു വിനയപുരസരമുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് വെക്കാനുള്ളത്.